മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഷെഫീഖ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെഫീഖ്, ഈ മുണ്ടക്കയിൽ യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനം എത്രമാത്രം ദുസ്സഹമാണ്, അതിസാഹസികമായ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്താണിപ്പോൾ അവിടെ നിന്ന് ഉള്ള ദൃശ്യം പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത്? ഇപ്പോൾ നിലവിലെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഉരുൾ പൊട്ടുന്നതിന് മുമ്പ് തന്നെ കുറെ പേരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സംഭവിച്ചതിന് ശേഷം ഇത് ഇവിടുത്തെ സേഫായ ഒരു കുന്നിന്റെ മേളിലും അനുബന്ധ സ്ഥലങ്ങളിലും ഇവിടെ 100-300 അടുത്തുള്ള ആൾക്കാരെ ഇപ്പം നിലവിൽ നമ്മളിവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അവരിവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇന്ന് രാവിലെ ആയിട്ട് ചില രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ 3 പേരെ നിലവിൽ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇവിടെ വീടുകളിൽ എത്തിച്ച് അവർ ഒരു പ്രാഥമിക സംവിധാനങ്ങൾ ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ എടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NDRF അനുബന്ധമായിട്ടുള്ള നമ്മളെ ബന്ധു ആൾക്കാരൊക്കെ ഇവിടെ നിലവിൽ ഇവിടെ ഈ പ്രളയം ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വേറെ സഹായമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഒരാളെ എടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഉള്ളത് നിലവിൽ. പിന്നെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ നിലവിൽ എത്രയും വേഗത്തിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ വളരെ കുറവാണ്. ഇനി മഴ ഉച്ചയോടുകൂടി കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് വലിയൊരു രക്ഷാപ്രവർത്തനത്തിനും ഇവരെ അപ്പുറത്തേക്ക് കടത്തുന്നതിനും വളരെയധികം തടസ്സം സൃഷ്ടിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ ചൂരൽമലയിലെ ആ പാലം ഒലിച്ചു പോയല്ലോ, ആ പാലത്തിൽ നിന്ന് വടം കെട്ടി ഇപ്പുറത്ത് വരാൻ ചിലരൊക്കെ രക്ഷാദൗത്യ സംഘങ്ങൾക്ക് കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാലേ അവിടെ ഈ ആളുകളെ അതുവഴി കടത്താൻ പറ്റുമോ? അങ്ങനെ അത് അവിടുത്തെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഒന്ന്, അവിടെ NDRF ഉണ്ട്, അനുബന്ധമായിട്ടുള്ള റെസ്ക്യൂ ടീംസുകൾ എല്ലാവരും ഉണ്ട്. അതിന്റെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, നമ്മളെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഞങ്ങൾക്ക് എത്താൻ കുറച്ച് പ്രയാസമുണ്ട്. ഈ വടം കെട്ടുന്ന സ്ഥലത്ത് അത് അവർ കെട്ടുന്നുണ്ട് എന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ഷിഫ്റ്റിംഗ് രാവിലെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് അത് എന്തോ തടസ്സമുണ്ട്, വിസിബിലിറ്റി എന്തോ വിഷയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിലവിൽ അത് ഇവിടെ എത്തിയിട്ടില്ല. എത്രയും വേഗം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ആണ് നമുക്കിപ്പോൾ അർജന്റ് ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്രദേശം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആവുന്നതോടുകൂടി മഴ ശക്തിയായി വന്നാൽ പ്രയാസം തന്നെയാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം വെച്ച്. ഓക്കെ ഷെഫീഖ്, താങ്കളുടെ ദൗത്യം തുടരുക ഷെഫീഖ്. കാര്യം നഷ്ടപ്പെടുത്താൻ നമുക്ക് സമയമില്ല എന്നതുകൊണ്ട് തന്നെ താങ്കളുടെ ചുമതലകളുമായി മുന്നോട്ട് പോകുക. രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുണ്ടകയിലെ ഷെഫീഖാണ് നമുക്കൊപ്പം ചേർന്ന്. ഏറ്റവും സാഹസികമായ രക്ഷാദൗത്യമാണ്. കാര്യം ഉരുളൻ കല്ലുകൾ ഒരുപാട് ഈ പറയുന്ന ഗതാഗതം തടസ്സപ്പെടുത്തിയ റോഡിലുണ്ട്.